ഇതിന് ചെയ്യാൻ വേണ്ടുന്ന മെറ്റീരിയലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടുന്നത് കോട്ടൺ ത്രെഡാണ്, വൂളൻ ത്രെഡാണിത്. പിന്നെ കത്രിക, ചെറിയ കനം കുറഞ്ഞ കമ്പി, ബ്രഷ്, പിന്നെ മിഠായി കവർ, അക്രിലിക് ബ്ലാക്കിൻ്റെ കളറാണിത്, ബഡ്സ്, പിന്നെ നമുക്ക് ഇത് ഒട്ടിച്ച് ചേർക്കാനുള്ള ഫെവിക്കോൾ പശ. ആദ്യമേ നമ്മൾ ഇതേപോലെ ബഡ്സ് എടുക്കുക. ബഡ്സിൻ്റെ ഈ അറ്റം നമ്മൾ മുറിച്ച് മാറ്റിയതിന് ശേഷം ഒരറ്റത്ത് മാത്രം നമുക്ക് ഇത് വെച്ചിരുന്നാൽ മതി, മറ്റേ അറ്റത്തുനിന്ന് മുറിച്ച് മാറ്റുക. ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റിയിട്ട് ഈ പഞ്ഞി ഉള്ള, അതായത് കോട്ടൻ്റെ ഇത് ഉള്ള ഭാഗത്താണ് അവിടെ നിന്നാണ് നമ്മൾ വൂളൻ ത്രെഡ് ചുറ്റി വരുന്നത്. അതായത് കുറച്ച് ഭാഗം ഇച്ചിരി കട്ടിക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ വൂളൻ ത്രെഡ് നമ്മൾ ചുറ്റിയെടുക്കുന്നത്. ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അത് ആദ്യമേ നമ്മളിവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ താഴോട്ട് ചുറ്റിയെടുക്കുന്നത്. ഇവിടെ ഒരു കനം കുറഞ്ഞ കമ്പി എടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു ആദ്യമേ. ഇതും കൂടെ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കി, ആ കമ്പിയെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി എടുത്തിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ച് അതും കൂടെ വെച്ച് വേണം ഈ ത്രെഡ് നമ്മൾ ചുറ്റിയെടുക്കാൻ. നമ്മൾ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇതിൻ്റെ മുകളിലത്തെ രണ്ട് കൊമ്പായിട്ടാണ് ഇത് കമ്പി നമ്മൾ ഇങ്ങനെ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചത്. ബാക്കി താഴോട്ട് ആ ത്രെഡ് താഴോട്ട് വരെ നമ്മൾ ചുറ്റിയെടുക്കുകയും ചെയ്തു. ഇനി ഇതിനകത്താണ് നമ്മൾ മിഠായി കവറ് മടക്കിയെടുത്ത് നമ്മൾ ഇതിനകത്ത് കെട്ടി ചെയ്യുന്നത്. ഇനി അത് നോക്കാം എങ്ങനെയാണെന്ന്. നമ്മൾ കവർ എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന കവറിലാണെങ്കിൽ മുകളിൽ ഇളം പച്ച കളറും താഴോട്ട് ഗോൾഡൻ കളറുമാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ പച്ച കളറ് കാണുന്നിടം തൊട്ടാണ് ചെറുതായിട്ട് അകത്തോട്ടും പുറത്തോട്ടും അതായത് സിക്സാഗിൽ ഞാനിങ്ങനെ മടക്കുകയാണ് ചെയ്യുന്നത് ചെറുതായിട്ട്. ഇപ്പോൾ മടക്കി എടുത്തിരിക്കുകയാണ്. ഇതിനെ രണ്ടായിട്ട് അങ്ങ് മടക്കുകയാണ് ചെയ്യുന്നത്. ഒരേ അളവിൽ രണ്ടായിട്ട് നമ്മൾ മടക്കിയെടുത്തതിന് ശേഷം ഇതിനെ ഒരേ അളവിൽ അങ്ങോട്ട് മടക്കിയെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് ചരിച്ച് വെട്ടിയെടുക്കുക. ഇതേപോലെ ചരിച്ച് വെട്ടിയെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ രണ്ട് കളറായിട്ട് ഞാൻ എടുത്തതിനകത്ത് ഇവിടെ രണ്ട് കളറായിട്ട് നമുക്ക് സെപ്പറേറ്റ് കിട്ടും. അല്ലെങ്കിൽ ഒരു കളർ തന്നെയാണെങ്കിൽ നിങ്ങൾ അതിനൊരു ഏകദേശം നടുക്ക് വരുന്ന ഭാഗം നോക്കി ഇതേപോലെ രണ്ടായിട്ട് വെട്ടി മാറ്റുക. കുറച്ച് പോർഷൻ ഇതേപോലെ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി ഇടയ്ക്കുന്ന്. അതേപോലെ ഇവിടെയും ചെയ്യാം. ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇത് നമ്മൾ മിഠായി കവറ് നമ്മൾ ഇങ്ങനെ മടക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ഈ കവറ് മടക്കിയത് അടിയിൽ വരത്തക്ക ലെവലിൽ, അതായത് ഈ നമ്മൾ റെഡിൽ ചുറ്റിയെടുത്തിരിക്കുന്ന ഭാഗം മുകളിൽ വരത്തക്ക ലെവലിൽ നമ്മളിതിനെ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മളതിനെ ഫിക്സ് ചെയ്യാം. ഞാനിവിടെ കുഞ്ഞ് കനം കുറഞ്ഞ കമ്പി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് കെട്ടിയെടുക്കാൻ വേണ്ടി ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ നടുക്ക് വെച്ച് നമ്മൾ കെട്ടി നിർത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ഈ കമ്പിക്ക് ബ്ലാക്ക് കളർ കൊടുക്കണം. അതേപോലെ കണ്ണ്, പിന്നെ ഈ ഭാഗത്തൊക്കെ ചെറിയൊരു ബ്ലാക്ക് ലൈനായിട്ട് നമ്മൾ കൊടുക്കണം. അങ്ങനെ നമ്മളുടെ തുമ്പി റെഡിയായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിപ്പോൾ ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഏത് കളറിലെ മിഠായി കവർ കിട്ടിയാലും നമുക്ക് ചെയ്യാം. ഒരുപാടുള്ളപ്പോൾ നല്ല ഭംഗിയാണ്, ഒരുപാടായിട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അതേപോലെ തന്നെ വേറെയും ഇതേപോലെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിക്കാം. നീല കവർ വെച്ച് ഇതേപോലെ ഒത്തിരി എണ്ണം ഇതേപോലെ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ബോട്ടിലുമൊക്കെ ഇത് ചെയ്ത് വയ്ക്കാം. ബോട്ടിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ നമുക്കിത് ഫിക്സ് ചെയ്യാം. അല്ലാതെ തന്നെ നമുക്ക് ഫ്ലവേഴ്സായിട്ട് ചെയ്തതിന് ശേഷം അതിന് മുകളിലൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാവുന്ന നല്ല ഒരു ഇതാണ്. അതുകൊണ്ട് ആരും ഇനി മിഠായി കവറ് കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്ത് കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലുള്ള ഓരോ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.